നിനക്കായി ഭാഗം 12 തുടരുന്നു. ഹോസ്പിറ്റൽ ICUവിന് പുറത്ത് വിറങ്ങലിച്ചു നിൽക്കുകയാണ് സായി. നിമിഷങ്ങൾക്ക് മുമ്പ് അവർ കടന്നുപോയ കാര്യങ്ങൾ, അതിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ ആരും വെളിയിൽ വന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞ പ്രകാരം ജീവൻ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. നല്ല ഹെഡ് ഇഞ്ചുറി ആയതിനാൽ തന്നെ ഇപ്പോഴും ഉറപ്പൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണല്ലോ. ICUവിനുള്ളിൽ എല്ലാവരുമുണ്ട്. മകന്റെ അവസ്ഥ കണ്ട് തളർന്നു വീണ സുചിത്ര ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടർന്നു. സായി പോലീസിന്റെ സഹായം തേടി നിധിയെപ്പറ്റി എന്തെങ്കിലും കണ്ടെത്താൻ. അവളെ തട്ടിക്കൊണ്ടുപോയ വണ്ടി കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും നിധിയെപ്പറ്റി ഒന്നും തന്നെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സായി, എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തുപറ്റി? എന്താണ് ശ്യാം? സായിയുടെ സുഹൃത്തായ ACP ആണ് ശ്യാം. സായി, തന്റെ വൈഫിന്റെ ഫോണിൽ നിന്ന് നിധിയെ തട്ടിക്കൊണ്ടുപോയ ടീമുകൾക്ക് കോള് ചെന്നിട്ടുണ്ട്. അതും ഒന്നും രണ്ടും അല്ല. ശ്യാം സായിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷെ എന്തിന്? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്യാം. മനസ്സിലാകുന്നില്ല? ശരിയാണ്. നമുക്ക് അത് സുചിത്രയോട് നേരിട്ട് ചോദിക്കേണ്ടി വരും. പിന്നെ സായി, ഇത് ഞാൻ അൺഒഫീഷ്യലായി അറിഞ്ഞ കാര്യമാണ്. അറിയാലോ, ഇതാരെങ്കിലും അറിഞ്ഞ. നോ നോ ശ്യാം, പ്ലീസ്. എനിക്കിനി അത് കൂടെ താങ്ങാൻ വയ്യ. സായി തളർച്ചയോടെ ഭിത്തിയിലേക്കിരുന്നു. സായി, ശ്യാമിന്റെ വാക്കുകൾ ആകെ തകർന്നു പോയിരുന്നു. വിധിയെപ്പറ്റി ഒരു വിവരവുമില്ല. പോലീസിൽ അരയ്ക്കുമെന്നാൽ തന്റെ ഭാര്യയാണ് അതിൽ പ്രതി എന്നറിഞ്ഞതിനാൽ അതിനും സാധിക്കാതെ സായി ആ നിമിഷങ്ങളിൽ കുറച്ച് സ്വാർത്ഥനായി. ശ്യാം, എങ്ങനെയെങ്കിലും വിധിയെ കണ്ടുപിടിക്കണം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ജീവന്റെ കണ്ണു തുറക്കുമ്പോൾ അവളിവിടെ ഉണ്ടാകണം. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ ശ്യാം. ശ്യാം സായിയെ നിസ്സഹായതയോടെ നോക്കി. കണ്ണുകൾ നിറച്ച് തനിക്ക് മുന്നിൽ തളർന്നു നിൽക്കുന്ന പ്രിയ കൂട്ടുകാരനെ കണ്ടതും ഉറപ്പില്ല എങ്കിൽ പോലും അതിനയാൾ സമ്മതം നൽകി. ശ്യാമിന്റെ അരികിൽ നിന്നും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സായി ICUവിലേക്ക് ചെന്നത്. അവിടെ തളർന്നു കിടക്കുന്ന സുചിത്രയെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയി അവരോട് ആ സമയത്ത്. എന്നാൽ അത് പ്രകടിപ്പിക്കേണ്ട സമയം ഇതല്ല എന്ന ഓർമ്മയിൽ അവൾ അതെല്ലാം ഉള്ളിലൊതുക്കി. ജീവന്റെ നില ഇപ്പോഴും ക്രിട്ടിക്കലായി തുടരുന്നു. തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കുള്ളതിനാൽ തന്നെ ഉറപ്പ് പറയാനാകാതെ ഡോക്ടേഴ്സ് ജീവനെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അഥർവിന്റെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. അവനെ നോക്കി നിന്ന അവന്റെ മാനേജർ പെട്ടെന്ന് ഫോൺ നൽകിയിട്ട് പറഞ്ഞു, സർ, MD ആണ്. അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫോൺ വാങ്ങി. ഹലോ, യാ, ഞാൻ അഥർ. അറിയാം സർ. ഓക്കെ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായ പേഷ്യന്റ് ജീവൻ. അവനൊന്നും സംഭവിക്കരുത്. സംഭവിച്ചാൽ, ആ വാക്കുകൾ ഉറപ്പോടെ അവൻ പറഞ്ഞു. ആ വാക്കുകളിലെ വല്ലാത്തൊരു താക്കീത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് അവൻ ഫോൺ വെക്കുമ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ദേവൻ അവന് അരികിൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് മോൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് കരുതിയിരിക്കുന്ന ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ മോന്റെ ഉള്ളിൽ? ദേവന്റെ വാക്കുകൾ കേട്ട് അഥർവ് പുച്ഛത്തോടെ അയാളെ നോക്കി. എന്നിട്ട്, അങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് അവനോട് സ്നേഹമാണെന്നോ? ഇല്ല, എന്നിൽ നിന്ന് എല്ലാം സ്വന്തമാക്കിയവനല്ലേ. അപ്പോൾ അവന്റെ പ്രിയപ്പെട്ട ഒന്നിനെയാണ് ഞാൻ അവനിൽ നിന്ന് മാറ്റിയത്. അത് കാണാൻ അവൻ വേണ്ടേ? വേണം. അതിനു വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അവൻ ജീവനോട് വരണം. ഞാൻ അനുഭവിച്ചത് ഓരോന്നായി അവനെ അറിയിക്കണം. അഥർവിന്റെ വാക്കുകളിൽ ഉറപ്പറിഞ്ഞതും ദേവൻ അവന്റെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി. കാരണം അവൻ പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് അവന്റെ കണ്ണുകളിലെ നനവ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ അവനെ വേദനയോടെ നോക്കി. എല്ലാവരുടെ മുന്നിലും ദേഷ്യക്കാരൻ, പക്ഷെ ആർക്കും അറിയാത്ത അഥർവിന്റെ ഉള്ള അറിയുന്ന ഏക മനുഷ്യൻ, അതായിരുന്നു ദേവൻ. ഭാഗം 2. തലയ്ക്ക് വല്ലാത്തൊരു ഭാഗം തോന്നി നിധിക്ക്. പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ഒരു റൂമിൽ
തനിച്ചാണ് താൻ. അവൾ ചുറ്റും നോക്കി. ആഡംബരമായ റൂം. ഇവിടെയാണ് താൻ. പെട്ടെന്ന് ഞെട്ടലോടെ ശരീരത്തിലേക്ക് നോക്കി. വിവാഹ വസ്ത്രം തന്നെയാണ് ഇപ്പോഴും തന്റെ ശരീരത്തിൽ എന്ന് മനസ്സിലായത്. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വന്നത്. അവസാനമായി തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന ജീവന്റെ മുഖമാണ് ആകെയുള്ള ഓർമ്മ. ഇനി എന്താണ് സംഭവിച്ചത്? കുറിച്ച് വണ്ടി, മാലകൾ, തന്നെ തന്നെ ഇവ എന്തൊക്കെയോ ഓർക്കാനായി ശ്രമിച്ചു. പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. എന്നാൽ ആ വ്യക്തിയെ കണ്ടത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. തുടരുന്നു.